Can you stuff. sing any rap song with us? Let's go for it. Yes. Let's try something. Yes. Okay. Give thanks and praise to the Most High Jah. Everybody, peace, love, and unity and respect. Give thanks and praise to the Most High Jah. Bless all of y'all. Bless all of y'all. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ഈ ഉച്ചയുടെ പ്രോഗ്രാമിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ് ലൈവ് റേഡിയോയിൽ വെച്ച്. Wow, എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല നല്ല പ്രോഗ്രാം ആയിരുന്നു. എല്ലാവരുടെയും സോങ്സ് ഒക്കെ നല്ല എനിക്കിഷ്ടമായിരുന്നു. ഞാൻ ഒരു പാട്ട് പാടും, ഒരു റാപ്പ് സോങ്ങിന്റെ ലിറിക്സ് പറയും. അത് ആരാണ് പാടിയ ആർട്ടിസ്റ്റിനെ ഈ ഒരു ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അവരുടെ ഫേസസ് ഹൈഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ പാടട്ടെ, കുറച്ച് പാടുന്നുള്ളൂ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, ആളാരാണെന്ന് കിട്ടിയിട്ടുണ്ടാവും, ആളെ കണ്ടുപിടിച്ചോളൂ. മെയ് 19 ബോൾഗാട്ടി പാലസിൽ. സോ ഡോണ്ട് മിസ് ഇറ്റ്. മെയ് 19 റീബൗണ്ട് ഒച്ചയിലേക്ക് വരിക. ഏതാണ് ഇഷ്ടമുള്ളൊരു സിംഗർ? ഡാബ്സിൻ. ഏത് സോങ് ആയിരിക്കും? ഓക്കെ, ജസ്റ്റ് ഒന്ന് പാടാൻ. ഏതാണ് ഇഷ്ടമുള്ള ട്രാക്ക്? ഓക്കെ ഓക്കെ. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. സെൻട്രൽ സ്ക്വയർ മാളിലാണ്. അപ്പോൾ എല്ലാ തവണയും സെൻട്രൽ സ്ക്വയർ മാളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് തരുന്നതാണ്. ഈ മദേഴ്സ് ഡേയോടനുബന്ധിച്ച് അവരുടെ സ്പെഷ്യൽ ഓഫർ തന്നെ നമുക്ക് തരുന്നുണ്ട്. അതായത് സെൻട്രൽ സ്ക്വയർ മാളിൽ നിന്നും 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക്, അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക്, ലക്കി ഡ്രോ വഴി തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഇവിടെ നിന്ന് ഡിന്നർ വിത്ത് മോം എന്നൊരു സർപ്രൈസ് ഗിഫ്റ്റാണ് അവർ തരുന്നത്. അതായത് നിങ്ങളുടെ അമ്മയുമായിട്ട് വന്ന് ഇവിടുന്ന് ഡിന്നർ കഴിക്കാനുള്ള ഒരു അവസരമാണ് അതിലൂടെ കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 2 ഫിലിം ടിക്കറ്റും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇവിടെ വന്ന് നിങ്ങളുടെ പർച്ചേസിനൊപ്പം തന്നെ ഒരുപാട് ഓഫറുകളാണ് സെൻട്രൽ സ്ക്വയർ മാൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സോ എൻജോയ്, നിങ്ങളുടെ ഓരോ മൊമെന്റ്സും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാവുന്നതാണ്, പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഹലോ ഗൈസ്, നിങ്ങൾ അറിഞ്ഞോ കേരളാസ് പ്രീമിയർ ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ഫെസ്റ്റിവൽ ഇസ് ബാക്ക് വിത്ത് എഡിഷൻ 2 റീബൗണ്ട് ഒച്ച. ഞാൻ അധികം ഒച്ച ഉണ്ടാക്കുന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പാൽഡബ ഇസ് പെർഫോമിംഗ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ കേരള. അതുപോലെ തന്നെ കൂടാതെ നമ്മുടെ എല്ലാം കേരളത്തിന്റെ സ്വന്തം മുത്തായിട്ടുള്ള ഡാപ്സിയും വേടനും തിരുമാലിയൊക്കെ ഈ ഒരു മ്യൂസിക് ഫെസ്റ്റിവലിന്റെ പാർട്ടാവുന്നുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. മെയ് 19 കൊച്ചി ബോൾഗാട്ടി പാലസിലാണ് ഈ ഒരു ഹിപ്പ് ഹോപ്പ് മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത്. നല്ല എനർജറ്റിക് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ മെയ് 19 ഈ ഒരു ഗ്രേറ്റ് ഇവന്റിന്റെ പാർട്ട് ആകാവുന്നതാണ്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്ക്വയർ മാളിലാണ്. അപ്പം നമ്മുടെ റീബൗണ്ട് ഒച്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ചധികം റാപ്പ് സിംഗേഴ്സിൻ്റെ ഫേസസ് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഹൈഡ് ചെയ്ത് വെച്ച നമ്മുടെ എല്ലാം ഫേവറേറ്റ് സിംഗേഴ്സിനെ എത്ര പേർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. എന്നാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നവർക്ക് അവരെ കാത്തിരിക്കുന്നത് റീബൗണ്ട് ഒച്ചയുടെ ഫ്രീ എൻട്രി ടിക്കറ്റുകളാണ്. അപ്പോൾ കുറച്ചധികം ടിക്കറ്റുകൾ ഇന്ന് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ സെൻട്രൽ സ്ക്വയർ മാളിലുള്ള എത്ര പേര് ഇത് കറക്റ്റ് ആക്കുന്നത് നോക്കിയിട്ട് വരാം. ഹലോ, മെയ് 19 നമ്മുടെ റീബൗണ്ട് ഒച്ച എന്ന് പറഞ്ഞ മ്യൂസിക് ഫെസ്റ്റിവൽ വരുന്നുണ്ട് കൊച്ചി ബോൾഗാട്ടി പാലസിൽ. അതും റാപ്പ് സോങ്സ് ഒക്കെ കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. അപ്പം റാപ്പ് സിംഗേഴ്സ് ആണ് അവിടെ എത്താൻ പോകുന്നത്. കേരളത്തിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ളതും പോപ്പുലർ ആയിട്ടുള്ള കുറേ പേര് എത്തുന്നുണ്ട്. അപ്പം ഞാനൊരു ഗെയിം സെഗ്മെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് പേരുടെ ഫേസസ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഹൈഡ് ചെയ്ത ഫേസസ് പോപ്പുലർ ആയിട്ടുള്ള സിംഗേഴ്സ് ആണ്. അവരെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ആണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് റീബൗണ്ട് ഒച്ചയുടെ ഫ്രീ എൻട്രി ടിക്കറ്റ് ആണ്. അതും 1000 രൂപയുടെ ടിക്കറ്റ്. നമ്മൾ നോക്കിയാലോ? ഫസ്റ്റ് വൺ. Yes. Second. Taxi? Yes. Baby G? No, he's not a Malayali. Tamil ആണ്. Okay. Last one. Veda? Yes, correct. എങ്ങനെയാണ് റാപ്പ് സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണോ? ഏതാണ് ഇഷ്ടമുള്ളൊരു സിംഗർ? ഡാബ്സിൻ. ഏത് സോങ് ആയിരിക്കും? ഓക്കെ, ജസ്റ്റ് ഒന്ന് പാടാൻ. ഏതാണ് ഇഷ്ടമുള്ള ട്രാക്ക്? ഓക്കെ ഓക്കെ. നമുക്കൊരു സെലിബ്രിറ്റിനെ കിട്ടിയിട്ടുണ്ട്. അതായത് US നിന്നുള്ളൊരു മ്യൂസിക് ഡയറക്ടർ ആണ്. ഹായ്, ഹലോ, ഹൗ ആർ യു? ഫൈൻ. യുവർ നെയിം? Giovanni Giusti. Okay, where are you from? I'm from the USA. Okay. From Hawaii. Actually, we have a music festival named Rebound Ocha. Rebound Ocha. Yes, at Bolgati Palace on May 19th. Sounds good. Okay. I really want to check it out. I know you are a music director. Yeah. Do you like rap songs? I like rap. Yeah, Tupac, Notorious B.I.G., Jurassic 5, a lot of underground stuff. Can you sing any rap song with us? Let's go for it. Yes. Let's try something. Yes. Okay. Give thanks and praise to the Most High Jah. Everybody, peace, love, and unity and respect. Give thanks and praise to the Most High Jah.
bless all of y'all, bless all of y'all. We're here in Kochi. You don't even know me, but I have good intentions. So let's go to this thing and enjoy everything. Rebound Ocha. Okay. I don't know. That was just Here freestyle. we have a lot of Malayali rap singers are at this Ocha. Vedan, Tirumali, I'm a Malayali actor. Oh, okay. I was in some movies. Okay, then Yeah. can you please wish us on this Ocha, Rebound Ocha? Ocha, Rebound Ocha. Come see it. We'll see you there. Everybody be there or be square. Pick up a little Rebound. trash on your way out. Rebound Ocha. Okay, first one. വേടനാണോ? Yes. വേടന്റെ ഏതെങ്കിലും 2 ട്രാക്സ് പാടാമോ? ഏതെങ്കിലും 2 ട്രാക്സ് പറഞ്ഞാലും മതി. ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ കിട്ടുന്നില്ല. കിട്ടുന്നില്ല. വെരി ഫേമസ്. ബേബി ജി ആവേശത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ആവേശത്തില് കിട്ടുന്നില്ല. ഓക്കെ, ലാസ്റ്റ് വൺ. ഇത് ബേബി ജിയിലാണോ? അല്ലല്ല, ഹീസ് നോട്ട് എ മലയാളി. ഓക്കെ. ഗലാട്ട സോങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പേര് കിട്ടുന്നില്ല. കിട്ടുന്നില്ല. വേടന്റെ ഏത് ഏറ്റവും ഇഷ്ടമുള്ള റാപ്പ് സിംഗർ ആരാണ്? വേടന് ഇഷ്ടമാണ്. ബേബി ജി ഇഷ്ടമുള്ള ഒരു റാപ്പ് സോങ്? ഇഷ്ടമുള്ള റാപ്പ് സോങ് എങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ ബേബി ജീന്റെ കുറെ ഇറങ്ങിയല്ലോ, എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ, എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. റാപ്പ് സോങ്സ് ഒക്കെ കേൾക്കാറുണ്ടോ? വല്ലപ്പോഴും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ഈ ഉച്ചയുടെ പ്രോഗ്രാമിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. ലേബർ റേഡിയോയിൽ വെച്ച് എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പ്രോഗ്രാം ആയിരുന്നു. എല്ലാവരുടെയും സോങ്സ് ഒക്കെ എനിക്കിഷ്ടമായിരുന്നു. അപ്പൊ ഇത്തവണയും മെയ് 19 വരുന്നത്. അപ്പം ഇത്തവണ കഴിഞ്ഞ ടിക്കറ്റ് എടുത്താണ് വന്നിരുന്നെങ്കിൽ ഇത്തവണ ടിക്കറ്റ് എടുക്കാതെ ഇതൊന്ന് ഐഡന്റിഫൈ ആണെങ്കിൽ ഫ്രീ എൻട്രി ടിക്കറ്റോടെ വരാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ. യെസ്, കറക്റ്റ്. റാപ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. കിട്ടുന്നില്ല. യെസ്, ഫേമസ് ആണ്. ആവേശം മൂവിയിൽ ചെയ്തിട്ടുണ്ട്. ഇലൂമിനാറ്റി എന്ന് പറഞ്ഞ നല്ല ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. പോരട്ടെ? ക്ലിയർ ആവണില്ല, മനസ്സിലാവണില്ല. കിട്ടണുണ്ടോ? ഇല്ല, കണ്ടിട്ട് ലാസ്റ്റ് വൺ. ഫസ്റ്റ് വൺ. ഹി ഈസ് നോട്ട് എ മലയാളി. ഇത് മലയാളി സിംഗർ അല്ല, അറിയില്ല. രണ്ടാമത്തെ. നിങ്ങൾ പറഞ്ഞ ഫേവറേറ്റ് എന്ന് പറഞ്ഞതിൽ ഉള്ള ആളാണ്. യാ, കറക്റ്റ്. ഫൈനൽ വൺ. യാ, കറക്റ്റ്. ഏതാണ് ഡാപ്സിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റാപ്പ്? പാടാൻ പറ്റുമോ? ജസ്റ്റ് ഒരു വേറെ വേടന്റെയോ? വേടന്റെ ഏതാണ് ഏറ്റവും ഫേവറേറ്റ്? ഈ മഞ്ഞുമൽ ബോയ്സിലേക്ക് അതൊക്കെ ഇഷ്ടമാണോ? പാടാവോ? ജസ്റ്റ് അവിടുത്തെ സപ്പോർട്ടൊക്കെ. ഞാൻ ഒരു പാട്ട് പാടും, ഒരു റാപ്പ് സോങ്ങിന്റെ ലിറിക്സ് പറയും. അത് ആരാണ് പാടിയ ആർട്ടിസ്റ്റിനെ ഈ ഒരു ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. അവരുടെ ഫേസസ് ഹൈഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നിന്ന് കണ്ടുപിടിക്കണം. ഞാൻ പാടട്ടെ? കുറച്ച് പാടുന്നുള്ളൂ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ. ആളാരാണെന്ന് കിട്ടിയിട്ടുണ്ടാവും, ആളെ കണ്ടുപിടിച്ചോളൂ. ഇതാണോ പാടിയത്? അല്ല. ഇതാണോ പാടിയത്? യാ, കറക്റ്റ്. കറക്റ്റ്. അപ്പോൾ ഫ്രീ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഏതാണ് ഫേമസ് റാപ്പ് സിംഗർ, അല്ല ഏറ്റവും ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് റാപ്പ് സിംഗർ മലയാളത്തില്? വേടന് ഇഷ്ടമാണ്. വേടന്റെ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? കുതന്ത്രം. അതിന്റെ പാട്ട് ജസ്റ്റ് ഒന്ന്. പിന്നെ ഏതാണ്? ഡാപ്സിയും വേടനും തിരുമാലയും പാൽഡബയൊക്കെ. പാൽഡബേനെ അറിയില്ലേ? തമിഴ് ഗലാട്ട സംഗീത ആളുടെ കേരളത്തിലെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് ഈ റീബൗണ്ട് ഒച്ചയിൽ. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വരാവുന്നതാണ് മെയ് 19 ബോൾഗാട്ടി പാർക്ക്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ. ഇറ്റ്സ് എ മലയാളം റാപ്പ്. ആവേശം മൂവിയിലെ. അതാരാണ് പാടിയെന്ന് ഐഡന്റിഫൈ ചെയ്തു. ആരാണെന്ന് കിട്ടിയോ? പാട്ട് പാടിയത് ആരാണെന്ന് കിട്ടിയോ?
കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ പിന്നെ അന്ന് പിന്നെ ഇതിനകത്ത് ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇതാരാണ്? ഏതൊക്കെ 4 പേരിൽ ആരെങ്കിലും 3 പേരെ ഐഡന്റിഫൈ ചെയ്താലും മതി. അതന്നെ ഇതില് രണ്ടല്ലേ ഉള്ളൂ. ഇതാരാണ്? ആളെ മനസ്സിലാവുന്നുണ്ടോ? ആളെ മനസ്സിലാവുന്നില്ല, അല്ലാതെ ചോദിച്ചു ചെയ്യാവുന്നത്. ഇതാരാന്ന് പറഞ്ഞാലും മതി. നമ്മൾ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് 4 എണ്ണത്തിന് 3 എണ്ണത്തിന്. ഇപ്പം ഞാൻ പാടിയ പാട്ട് ആരാണെന്ന് കിട്ടിയോ? ആര് ചെയ്തതാണെന്ന് കിട്ടിയോ? ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ടാസ്ക് ഇത്രേ ഉള്ളൂ. ഞാനൊരു റാപ്പ് പാടും, ചെറുതായിട്ട് പാടും എന്നൊക്കെ പറഞ്ഞാൽ സിംഗറൊന്നും അല്ല, എന്നാലും ലൈൻസ് പറയും. ആ പറഞ്ഞ ആൾ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ പാട്ട് പാടിയിരിക്കുന്ന ആരാണെന്ന് അത് ഇതിനകത്തുണ്ട്. ആളെ കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, പാടട്ടെ. വിയർപ്പു തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം, കുതന്ത്ര തന്ത്ര തന്ത്രമൊന്നും അറിയില്ലടാ. യാ, ദാറ്റ്സ് ഓൾ. ആ ആൾ ഇതിനകത്തുണ്ട്. ആളെ ഐഡന്റിഫൈ ചെയ്തു. ഈ ആളാണോ പാടിയത്? അല്ല. ഈ ആളാണോ പാടിയത്? അല്ല. ഈ ആളാണോ പാടിയത്? അല്ല. ലാസ്റ്റ് വൺ ആരാണ്? ഓ കറക്റ്റ്, താങ്ക് യു. കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പം എവിടെ ഫ്രീ ടിക്കറ്റ്? എവിടെ? 1000 rupees വർത്തിൻ്റെത്. May 19th ബോൾഗാട്ടി പാലസിൽ. സോ ഡോണ്ട് മിസ് ഇറ്റ്. May 19th റീബൗണ്ട് ഒച്ചയിലേക്ക് വരിക. Everybody come. Bring a friend. A lot. അങ്ങനെ കുറച്ച് റാപ്പ് സോങ്സും എനർജറ്റിക് ആയിട്ട് നമ്മൾ സെൻട്രൽ സ്കൂളിലുള്ള കുറേ പേരെടുത്ത് ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഫോട്ടോസ് കാണിച്ചൊക്കെ ചോദിച്ചു. കുറേ പേര് കറക്റ്റായിട്ട് പറഞ്ഞു. കാരണം ഞാൻ പാടിയ റാപ്പ് സോങ്സ്, അതായത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് പറഞ്ഞു കൊടുത്ത റാപ്പ് സോങ്സ് പോലും ഏതൊക്കെ സിംഗേഴ്സ് ആണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തു. സോ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒരുപാട് പേര്, ഒരുപാട് യൂത്തന്മാരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗേഴ്സ് റീബൗണ്ട് ഒച്ചയിലൂടെ കേരളത്തിലേക്ക് എത്തുകയാണ്. പാൽഡബയുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് കേരളത്തിൽ റീബൗണ്ട് ഒച്ചയിലൂടെ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. സോ ഇന്ന് എൻ്റെ കയ്യിലുള്ള ടിക്കറ്റ് എല്ലാം തീർന്നിട്ടുണ്ട്. സോ നിങ്ങൾ റീബൗണ്ട് ഒച്ചയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പേടിഎം ഇൻസൈഡറിൽ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ടിക്കറ്റ് ഇപ്പോൾ പേടിഎം ഇൻസൈഡറിൽ അവൈലബിൾ ആണ്. സോ മറക്കണ്ട, റീബൗണ്ട് ഒച്ച May 19th ബോൾഗാട്ടി പാലസിൽ.